Welcome to BSc Thermodynamics. കാർനോട്ട് സൈക്കിള് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തെർമോഡൈനാമിക്സ് തിയറിയുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും മൈൽ സ്റ്റോണായിട്ടുള്ള ഒരു കാര്യമാണ് കാർനോട്ട് സൈക്കിൾ ഓർ കാർനോട്ട് ഹീറ്റ് എൻജിൻ. ഇതിൽ നിന്നും നമുക്ക് ഫിസിക്സുകാർക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, അവരൊന്നിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും പുതിയ കോൺസെപ്റ്റും പുതിയ ക്വാണ്ടിറ്റികളും കണ്ടെത്തും. അതിനെ വേണ സെറൻഡിപ്പിറ്റി എന്ന് പറയാം, ആക്സിഡൻ്റൽ ഡിസ്കവറി. ശ്രീലങ്കയിലെ ഒരു പഴയ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഈ വാക്കുണ്ടായത് ആക്സിഡൻ്റൽ ഡിസ്കവറി. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ക്ലോഷ്യസ് ഒരു ആശയം, ഒരു പുതിയ ക്വാണ്ടിറ്റി രംഗത്ത് കൊണ്ടുവന്നു. നമുക്കിന്ന് അതാണെന്ന് ചർച്ച ചെയ്യേണ്ടത്. അത് എൻട്രോപ്പിയുടെ ഡീറ്റെയിൽസിലൊക്കെ ഞാൻ പിന്നെ കടക്കൂ. ഇന്നിപ്പോൾ എൻട്രോപ്പി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു രണ്ട് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ആദ്യം ഇതെന്താണെന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ ഒരു കാർനോട്ട് സൈക്കിളാണ്. നമ്മൾ കണ്ടു, ഇതൊരു ഐസോതേർമൽ എക്സ്പാൻഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1. ആ പ്രോസസ്സിൽ എൻജിൻ Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ദിസ് ഈസ് അനദർ ഐസോതേർമൽ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T2. ആ പ്രോസസ്സിൽ Q2 ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. ഇവിടെ കാർനോട്ട്സ് ഇക്വേഷൻ എന്നും പറഞ്ഞ് നമ്മൾ കണ്ടു Q1/T1 = Q2/T2. ഇതിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു, റിജക്റ്റ് ചെയ്ത ഹീറ്റിന് നമ്മൾ നെഗറ്റീവ് സൈനും കൊടുക്കുന്നു, ഒരു സൈൻ കൺവെൻഷൻ. അപ്പോൾ Q1 അബ്സോർബ് ചെയ്ത ദാറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്, Q2 റിജക്റ്റ് ചെയ്ത ഹീറ്റാണ്, അപ്പോൾ അതിന് മൈനസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, Q1/T1 = -Q2/T2. ഇത് രണ്ടും ഒരു സൈഡിലാക്കിയ Q1/T1 + Q2/T2 = 0. ഇനി നമുക്ക് ഒരു സീരീസ് രണ്ട് എൻജിൻസിൻ്റെ കോമ്പിനേഷൻ എടുക്കാം. ഫസ്റ്റ് സൈക്കിൾ എൻജിന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് Q1, റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2. ഈ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു കാർനോട്ട് സൈക്കിൾ, അതിൻ്റെ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q3 എന്നിരിക്കട്ടെ, ആ റിജക്റ്റ് ചെയ്യുന്ന ലോ ടെമ്പറേച്ചർ T3 എന്നിരിക്കട്ടെ. അപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ Q1/T1 + Q2/T2 + Q3/T3 = 0. ഇതുപോലെ നമ്മൾ ഈ സൈക്കിളിൻ്റെ എല്ലാം വലിപ്പം അങ്ങ് കുറയ്ക്കുക. വളരെ ചെറിയ ചെറിയ സൈക്കിൾസിൻ്റെ ഒരു സീരീസ് കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിഗ്മ Q/T = 0 എന്ന് എഴുതാം. അപ്പോൾ ഇൻഫിനിറ്റസിമലി സ്മോൾ സൈക്കിൾസ് കൺസിഡർ ചെയ്താൽ നമുക്കിത് ഇങ്ങനെ എഴുതാം. ഈ സിഗ്മ എന്നുള്ള ഇൻ്റഗ്രേഷനായിട്ട് മാറും. ഇൻ്റഗ്രൽ dQ/T = 0. ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിവേഴ്സിബിൾ സൈക്കിളാണ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിനാണ് ഈ ഇക്വേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്ലോഷ്യസ് തിയറം എന്നൊക്കെ പറയുക, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് സൈക്ലിക് പ്രോസസ്സ് ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ തന്നെ തിരിച്ചു വരും. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏത് സൈക്ലിക് പ്രോസസ്സിലും ഇൻ്റഗ്രൽ du മസ്റ്റ് ബി 0. അതായത് ഇൻറ്റേർണൽ എനർജി പഴയ വാല്യൂയിലേക്ക് തിരിച്ചു വരിക. ഇവിടെ ഇപ്പോൾ ഈ ഇൻറ്റേർണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫങ്ഷനാണ്, കോർഡിനേറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷനാണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു പുതിയ ഫങ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുക, പുതിയ ക്വാണ്ടിറ്റി, ഇൻറ്റേർണൽ എനർജി പോലെ ഒരു ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുക.
ആ ക്വാണ്ടിറ്റി മറ്റൊന്നുമല്ല Q/T. Q1/T1 പ്ലസ് Q2/T2 അല്ലെ Q1/T1 ഈക്വൽസ് Q2/T2 എന്നൊക്കെ പറയുമ്പോൾ ആ Q/Tക്ക് എന്തോ ഒരു പ്രാധാന്യമുണ്ട്. ക്ലോഷ്യസ്, അതായത് T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ Q എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്ത് റിജക്റ്റ് ചെയ്താൽ ദാറ്റ് Q/T റേഷ്യോയ്ക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അതിൽ നിന്ന് ആ കോൺസെപ്റ്റിൽ നിന്ന് കിട്ടിയാണെന്നല്ലോ ഇൻ്റഗ്രൽ dQ/T = 0 എന്നുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ ക്വാണ്ടിറ്റി ആയിട്ട് ക്ലോഷ്യസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയാം. അപ്പോൾ S = Q/T, ദാറ്റ് ഈസ് ദി എൻട്രോപ്പി. T1 കെൽവിൻ ആണെങ്കിൽ S = Q. അപ്പോൾ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് absorbed or rejected at 1 Kelvin temperature. അത് പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് അല്ല. F = m എന്നുള്ളതിനകത്ത് A = 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ F = m എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഫോഴ്സ് ഈസ് ദി മാസ് റിസീവിങ് ആൻ ആക്സിലറേഷൻ 1 m/s² എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മാസം എന്നല്ലല്ലോ അർത്ഥം. എന്ന് പറയുന്നതിലൂടെ Q/T T1 കെൽവിൻ ആകുമ്പോൾ S = Q. ആ ഡെഫിനേഷന് വേണ്ടി നമുക്ക് അങ്ങനെ പറയാം, യൂണിറ്റ് ഡെഫിനേഷന് വേണ്ടി. അപ്പോൾ എൻട്രോപ്പി ഈസ് ദി ഹീറ്റ് absorbed or rejected at 1 Kelvin temperature. അതിൻ്റെ യൂണിറ്റ് Joule/Kelvin എന്നാണ്. ഇൻറ്റേർണൽ എനർജിയുടെ കൂട്ടം, ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചാണ് എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുക. കാരണം ഇൻറ്റേർണൽ എനർജിക്ക് ഏതെങ്കിലും റെഫറൻസ് ഫിക്സ് ചെയ്തുകൊണ്ട് ചേഞ്ച്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഒക്കെ കാര്യം പറയുന്നത് ചേഞ്ചാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ ഇൻക്രിമെൻ്റൽ കേസ് എടുക്കുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി dQ/T എന്ന് ഡിഫൈൻ ചെയ്യും. കൊച്ചു സൈഡിൽ ഇവിടെ ഈ ഡിയുടെ സ്ഥാനത്ത് ഇവിടെ ഇത് DS ആണ്. ഇൻ്റഗ്രൽ DS = ഈ ഹീറ്റ് DQ എന്ന് പറയും. D/Q എന്ന് പറഞ്ഞാൽ ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്. അത് പറഞ്ഞാൽ അതിന് എളുപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാക്ട് ഡിഫറൻഷ്യലായിട്ട് മാറുക 1/T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഹീറ്റ് DQ ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണെങ്കിലും അതിനെ 1/T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സാക്ട് ഡിഫറൻഷ്യൽ കിട്ടുക DS. ദാറ്റ് ഈസ് കോൾഡ് ചേഞ്ച് ഇൻ എൻട്രോപ്പി. അപ്പോൾ ഈ എൻട്രോപ്പി കോൺസെപ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ മറ്റ് മീനിങ്ങുകളൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. എൻട്രോപ്പിക്ക് വളരെ വാസ്റ്റായിട്ടുള്ള മീനിങ്ങുകളും കാര്യമൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഡിസ്കഷൻ സമയത്തെടുക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോർമുല ഒന്ന് ഡിറൈവ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തൽക്കാലം ഒന്നിട്ട് പ്രോബ്ലംസ് കൂടെ ഒന്ന് കാണാം. Calculate the increase in entropy when 2 kilogram of ice at 0 degrees Celsius is converted to steam at 100 degrees Celsius. Given specific heat capacity of water equals 4.2 into 10⁻³ joule per kilogram per Kelvin. Latent heat of fusion of ice is 3.35 into 10⁵ joule per kilogram. Latent heat of steam equals 2.268 into 10⁶ joule per kilogram. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രിയിലുള്ള ഐസ് 100 ഡിഗ്രിയിലുള്ള സ്റ്റീമായിട്ട് മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ടു വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രിയുള്ള ഐസ് 0 ഡിഗ്രിയുള്ള വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചേഞ്ച് ഇൻ എൻട്രോപ്പി ΔS1 എന്ന് ഇരിക്കട്ടെ ഈക്വൽസ് ΔQ/T.
ഈ മെൽറ്റിങ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നുകൊള്ളും. അപ്പോൾ ഇവിടെ നേരിട്ട് ഈ ഫോർമുല അങ്ങ് ഉപയോഗിക്കാം. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എൽ എഫ് ആ, വേർ എൽ എഫ് ഈസ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ബൈ ടി. ടി ഈസ് ദി മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്. 0 ഡിഗ്രി സെൽഷ്യസ്, അതേ കെൽവിനാക്കുമ്പോൾ 273. ഇവിടെ എം 2 കിലോഗ്രാം ഇൻറ്റു latent heat of fusion of ice is 3.35 into 10 raised to 5 by 273. 0 degree Celsius 273. Answer is 2.45 into 10 raised to 3 joule per Kelvin. എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പോൾ 0 ഡിഗ്രിയിലുള്ള വാട്ടറായി. ഇനി ഇത് ടെമ്പറേച്ചർ ഉയർന്ന് ബോയിലിംഗ് പോയിന്റിലെത്തണം, 100 ഡിഗ്രി സെൽഷ്യസിലെത്തണം, എന്നിട്ട് സ്റ്റീം ആകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ടു വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ബന്ധപ്പെട്ട എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് ടു ഈക്വൽസ്. ഇവിടെ ടി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഇൻക്രിമെൻ്റൽ ചേഞ്ച് എടുത്താൽ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ ക്യൂ ഡി ക്യൂ ബൈ ടി ആ. എങ്കിൽ ടെമ്പറേച്ചർ T1 നിന്ന് T2 മാറുമ്പോൾ ഉള്ള ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഇൻറ്റഗ്രൽ T1 to T2 ഓഫ് ഡി ക്യൂ ബൈ ടി. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടി വരുന്ന ഹീറ്റിൻ്റെ അളവ് എം സി ഇൻറ്റു ഡി ടി ആണ്. ടെമ്പറേച്ചർ ഡി ടി കണ്ട് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഹീറ്റ് എം സി ഇൻറ്റു ഡി ടി ബൈ ടി. അപ്പോൾ ഇത് ഇങ്ങനെ ആവും. T1 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനാകുമ്പോൾ 273. T2 എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ്, അത് കെൽവിനാകുമ്പോൾ 373. അപ്പോൾ ഇതിപ്പോൾ എം സി ഇഞ്ഞ് പുറത്തെടുക്കാം. എം സി ഇൻറ്റു ഇൻറ്റഗ്രൽ T1 to T2 ഓഫ് ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ലോഗ് T2 ബൈ T1. It is M is 2 kilogram into C is 4.2 into specific heat of water to 4.2 into 10 raised to 3 into log T2 373 by 273. That is 2.62 into 10 raised to 3 joule per Kelvin. അപ്പോൾ ഇത് 100 ഡിഗ്രിയിലുള്ള വാട്ടറായി. ഇനി ഇത് സ്റ്റീം ആകണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനാണ് വരേണ്ടത്. ബോയിൽ ചെയ്ത് വേപ്പറാക്കി സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ ഡെൽറ്റ എസ് ത്രീ ചേഞ്ച് ഇൻ എൻട്രോപ്പീസ് എം എൽ വി, വേർ എൽ വി ഇസ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, എം എൽ വി ബൈ ടി. ദറ്റ് ഈസ് 2 ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പർ സ്റ്റീം ഈസ് വാട്ടർ ഈസ് 2.268, അത് 2.7 നിർത്താൻ മതി, ബൈ ഇൻറ്റു 10 raised to 6 by 373 boiling point. Answer is 11.18 into 10 raised to 3 joule per Kelvin. എങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഈക്വൽസ് ഡെൽറ്റ എസ് 1 പ്ലസ് ഡെൽറ്റ എസ് 2 പ്ലസ് ഡെൽറ്റ എസ് 3. Final answer is 16.25 into 10 raised to 3 joule per Kelvin. That is the answer. Another one. 100 gram of lead of specific heat 144.9 joule per kilogram per Kelvin at 100 degrees Celsius is mixed with 200 gram of water of specific heat 4200 joule per kilogram per Kelvin at 20 degrees Celsius. Find the change in entropy of the mixture. 100 gram 100 ഡിഗ്രിയിലുള്ള 100 ഗ്രാം ലെഡ് 20 ഡിഗ്രിയിലുള്ള 200 ഗ്രാം വാട്ടറിലോട്ട് ഡ്രോപ്പ് ചെയ്തു എങ്കിൽ ഈ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എത്ര ആണെന്നാണ് കാണുന്നത്. ഇവിടെ ആദ്യം മെത്തേഡ് ഓഫ് മിക്സേഴ്സ്. 100 ഡിഗ്രിയിലുള്ള ലെഡ് 20 ഡിഗ്രിയിലുള്ള വാട്ടറിലോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലെഡിന് ഹീറ്റ് നഷ്ടപ്പെടും, വാട്ടറിന് ഹീറ്റ് ഗെയിൻ ചെയ്യും. പ്രിൻസിപ്പിൾ ഓഫ് മിക്സേഴ്സ് അനുസരിച്ച് ഹീറ്റ് ലോസ്റ്റ് ബൈ ലെഡ് ഈക്വൽസ് ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ. എന്നിട്ട് രണ്ടും കൂടെ ഒരു കോമൺ ടെമ്പറേച്ചറിലെത്തും. ഇതിപ്പോൾ ആദ്യം സെൻറ്റിഗ്രേഡ് സ്കെയിൽ വെച്ച് ചെയ്താൽ മതി. കോമൺ ടെമ്പറേച്ചർ ആ മിക്സറിൻ്റെ തീറ്റാന്നിരിക്കട്ടെ. ലെഡിൻ്റെ ടെമ്പറേച്ചർ 100 ചെയ്യുന്ന ഈ തീറ്റ 1 നിന്ന്
തീറ്റ 100 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ലെഡ് അത് കോമൺ ടെമ്പറേച്ചറിലേക്ക് മാറുക. അപ്പോൾ ഹീറ്റ് ലെഡിന് നഷ്ടപ്പെട്ടത് m1 C1 ഇൻറ്റു θ1 മൈനസ് തീറ്റ ഈക്വൽസ് ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ. വാട്ടറിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ θ2 സെൽഷ്യസിൽ, ഫൈനൽ ടെമ്പറേച്ചർ മിക്സറിൻ്റെ ടെമ്പറേച്ചർ തീറ്റ ആണ് θ2 വലുതായിട്ട് വരും. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ ഈസ് m2C2 ഇൻറ്റു തീറ്റ മൈനസ് θ2. ഇവിടെ ഇപ്പോൾ 100 ഗ്രാമിലിട്ടാൽ മതി, രണ്ട് സൈഡിലും വരുന്നതുകൊണ്ട് കിലോഗ്രാം ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. 100 ഇൻറ്റു C1 സ്പെസിഫിക് ഓഫ് ലെഡ് ഈസ് 144.9 ഇൻറ്റു θ1 ലെഡിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ 100 മൈനസ് കോമൺ ടെമ്പറേച്ചർ തീറ്റ ഈക്വൽസ് m2 വാട്ടറിൻ്റെ മാസ് 200 ഗ്രാം ഇൻറ്റു C2 4200 ഇൻറ്റു തീറ്റ മൈനസ് 20. ഇവിടുന്ന് തീറ്റ സോൾവ് ചെയ്യാം. 21.36 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ലെഡിൻ്റെ ടെമ്പറേച്ചർ 100 നിന്ന് 21.36 കുറയുന്നു. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 20 നിന്നും 21.36 ഉയരുന്നു. ഇനി ഓരോന്നിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി കാണാം. ഡെൽറ്റ എസ് ഓഫ് ലെഡ് ഈസ് മുമ്പേ ടെമ്പറേച്ചർ മാറുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് MC ലോഗ് ഫൈനൽ ടെമ്പറേച്ചർ ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചറാണ് T2/T1. ഇപ്പോൾ M1 C1 ലോഗ് ഇവിടെ ഇപ്പോൾ കോമൺ ടെമ്പറേച്ചറാണ് T/T1. ഇത് കെൽവിനാക്കി വേണം ചെയ്യാൻ. ഇവിടെ കിലോഗ്രാമിലാക്കണം മാസമൊക്കെ. അപ്പോൾ 100 ഗ്രാം കിലോഗ്രാം 100/1000 ഇൻറ്റു C1 144.9 ഇൻറ്റു ലോഗ് T 21.36 കെൽവിനാ ഫൈനൽ ടെമ്പറേച്ചർ ലെഡിൻ്റെ. അത് കെൽവിനാക്കുമ്പോൾ 273 പ്ലസ് 21.36 ബൈ T1 അതിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അത് 373. ഇങ്ങനെ വരും. ആൻസർ ഈസ് മൈനസ് 3.43 ജൂൾ പെർ കെൽവിൻ. വാട്ടറിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി M2C2 ലോഗ് അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ അതും കോമൺ ടെമ്പറേച്ചറാണ് ബൈ അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ അത് T2 ആണ്. അപ്പോൾ 200/1000 ഇൻറ്റു 4200 ഇൻറ്റു ലോഗ് ഈ വാട്ടറിൻ്റെ മിക്സറിൻ്റെ ടെമ്പറേച്ചർ എടുക്കേണ്ടത് 294.36 ബൈ അതിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, അത് കെൽവിനാക്കുമ്പോൾ 293 കെൽവിൻ. ആൻസർ ഈസ് 3.89 ജൂൾ പെർ കെൽവിൻ. എങ്കിൽ മിക്സറിൻ്റെ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി അല്ലെ ഫൈനൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ദാറ്റ് ഈസ് ഈക്വൽസ് രണ്ടും കൂടെ ആഡ് ചെയ്യണം മൈനസ് 3.43 പ്ലസ് 3.89 ഓർ 0.46 ജൂൾ പെർ കെൽവിൻ. എൻട്രോപ്പിയെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനുണ്ട്. ഇനി നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യും ഹീറ്റ് എൻജിൻസിനുമൊക്കെ ബന്ധപ്പെട്ട്, എന്നിട്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകും. ക്ലോഷ്യസ് ക്ലാപ്പിയറോ ഇക്വേഷനൊക്കെ ഉണ്ട്, ഗിബ്സ് ഫംഗ്ഷൻ ആൻഡ് സോ ഓൺ. താങ്ക്